കർത്താവായ യേശു സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദസൂക്തമാണ് വായിച്ച് കേൾക്കുവാനായി കഴിഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ദൈവമനുഷ്യനായ, പ്രത്യേകിച്ച് വൈദ്യൻ എന്ന അപരനാമത്തിന് അർഹനായ ലൂക്കോസ് എഴുതിയതായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തെയോഫിലോസ് എന്ന് പറയുന്ന മാന്യനായ, കാലഘട്ടത്തിൽ വളരെ മാന്യനായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം എഴുതുവാനായിട്ടിടയായത്. ലൂക്കോസ് ഇതിനു മുൻപിലും ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. അതും തെയോഫിലോസിന്റെ പേരിലാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തെയോഫിലോസിന് നൽകുന്ന സന്ദേശം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം തുടങ്ങിയ വിഷയങ്ങളെ വളരെ ആധികാരികമായ നിലയിൽ ആ വേദഭാഗത്ത്, ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ലൂക്കോസ് ഇങ്ങനെ ഒരു ചരിത്രം എഴുതുവാൻ കാരണമെന്ത്? അതേ തെയോഫിലോസിന് തന്നെ എഴുതിയതിന്റെ കാരണം മറ്റൊന്നല്ല, യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൂടെ ലോകത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുവാൻ വേണ്ടി അത്രേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതുവാനിടയായത്. ഞാനതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നാം വായിച്ച ഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. അങ്ങനെ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നതാണ്. ഇന്ന് എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ വളരെ വിരളമാണ്. ഏത് മതത്തിൽപ്പെട്ടവരായാലും, മുസൽമാനായാലും, ഹിന്ദുവായാലും, പഴ്സ്യനായാലും, ക്രിസ്ത്യനായാലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളായാലും അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർ പ്രാർത്ഥിക്കുന്നവരാണ്. ഇതിന്റെ എല്ലാം അർത്ഥം പ്രാർത്ഥന ജീവിതം സകല മനുഷ്യർക്കും ആവശ്യകരമായ ഒന്നാണ്. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു യുദ്ധക്കളമാണ്. ഒരിക്കലും അപേക്ഷ വീരന്മാരല്ലാതിരിക്കുന്നവർക്ക് ഉണർവിന്റെ വക്താക്കളായി തീരുവാൻ കഴിയുകയില്ല. സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന പ്രധാന ആയുധം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. നാം എന്തു ചെയ്താലും പിശാച് മൗനമായിരിക്കും. പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക, അവൻ മൗനമായിരിക്കത്തില്ല. അവന്റെ ചീറ്റൽ അപ്പോൾ അറിയുവാനായി സാധിക്കും. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടവർ ജീവിതത്തിന്റെ സകല വിഷയത്തിലും അവൻ പരാജയം അനുഭവിക്കുന്നവരാണ്. അവൻ പ്രാർത്ഥനയുടെ തോൽവി അത് ജീവിതത്തിന്റെ തോൽവിയാണ്. നമ്മുടെ യുദ്ധ ഉപകരണങ്ങളുടെ സ്റ്റോർ റൂം എന്ന് പറയുന്നത് അത് പ്രാർത്ഥന തന്നെയാണ്. ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതലുകൾ വെളിപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചവർ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ എത്തിച്ചേരുമ്പോൾ മറുപടിയുമായിട്ടാണ് ആ പ്രാർത്ഥന ഇറങ്ങി വരുന്നത്. ഇവിടെ നാം വായിക്കുന്നു, ദൈവമനുഷ്യനായിരിക്കുന്ന പത്രോസ് ബന്ധനസ്ഥനായി കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. അവൻ ആ കാലഘട്ടത്തിൽ നമ്മൾ ആ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലുവാനിടയായി. അത് യഹൂദ ജനതയ്ക്ക് വളരെയധികം ഇഷ്ടമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് പ്രസാദമെന്ന് കണ്ടിട്ട് പത്രോസിനെയും കൊല്ലുവാൻ വേണ്ടി പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ്. കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്ന പത്രോസിനെ അവൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കൊല്ലേണമെന്ന ചിന്തയിലാണ് ആ കാരാഗ്രഹത്തിൽ ആക്കിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഹെരോദാവിന്റെയും യഹൂദ ജനതയുടെയും സകല പ്രതീക്ഷകളെയും തച്ചുടച്ചുകൊണ്ട് ഒരു കൂട്ടം ദൈവജനം പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ
കാരാഗ്രഹത്തിന്റെ അകത്തെ തടവറയിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രംഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രാർത്ഥനയുടെ ചില മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും കാണുവാൻ കഴിയും. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പലതും ദൈവം കേൾക്കുന്നില്ല? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർഹമായ മറുപടി എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഇവിടെ എങ്ങനെയാണ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്? സഭ വളരെ ശ്രദ്ധയോടെ അവർ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ശത്രുവിന്റെ അസ്ത്രങ്ങൾ നിരവധിയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ അഗ്നിയെ കെടുത്തിക്കളയുവാൻ ശത്രു കൊണ്ടുവരുന്ന ഒരു പ്രധാന ചിന്തയാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. ഓളങ്ങളടിക്കുന്ന ചിന്തകൾ നമ്മുടെ പ്രാർത്ഥനാഗ്നിയെ കെടുത്തിക്കളയുവാനിടയായി തീരും. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ചെയ്യുവാൻ വിട്ടുപോയ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ജഡീകമായ ചിന്തകൾ എന്നുവേണ്ട ആയിരം ചിന്തകൾ കൊണ്ട് നമ്മുടെ ചിന്താസരണി മുഴുവനും വലയം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചിന്തകൾ കൊണ്ട് നമ്മുടെ ചിന്ത കേന്ദ്രീകൃതമാകുമ്പോൾ ദൈവത്തിൽ നിന്നും നാം അന്യവൽക്കരിക്കപ്പെടുന്നു. ദൈവവുമായുള്ള ബന്ധം ആ പ്രാർത്ഥനയിൽ നിന്നും നഷ്ടപ്പെടുന്നു. നാം മനസ്സിലാക്കുക, 1 മണിക്കൂർ അലസമായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ചില നിമിഷം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതാണ് അത്യുത്തമം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, അവൻ സ്തോത്രം ചെയ്യുന്നു. ദൈവ മനുഷ്യനായ പത്രോസിന്റെ വിടുതലിന് വേണ്ടി ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഓർപ്പിച്ചു, വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്നത് അത് നമ്മുടെ പ്രാർത്ഥനയെ കെടുത്തിക്കളയുവാനാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ചിന്ത ചിതറുമെങ്കിൽ പ്രാർത്ഥന അവിടെ നിർത്തരുത്. അവിടെ ശത്രു ജയിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ചിന്ത കടന്നു വരുമ്പോൾ നാം ക്ഷണിക്കാതെ വരുന്ന വിരുന്നുകാരനായ ദുഷ്ടപിശാചിനെ അകറ്റി നിർത്തുവാനായി ശ്രമിക്കുക. ആ വിരുന്നുകാരൻ ക്ഷണിക്കാതെ വരുന്ന ആ ചിന്തയെ അവൻ മൂടിക്കൊള്ളുക, നമ്മുടെ ഹൃദയത്തെ മൂടിക്കൊള്ളുക. ആ വിരുന്നുകാരനെ അകറ്റുവാനായി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കാണുവാനായി കഴിയുകയുള്ളൂ. ആ പ്രാർത്ഥന മറുപടി അർഹിക്കുകയുള്ളൂ. അവൻ നമ്മുടെ വീട്ടിൽ അടിക്കടി ഓടി വരുന്ന ഒരു നായെ വിരട്ടി ഓടിക്കുവാൻ നാം താല്പര്യപ്പെടുന്നതിനേക്കാൾ അവൻ നമ്മുടെ ആ ഭവനത്തിന്റെ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ആ നായ് പിന്നത്തേതിൽ ഒരിക്കലും വരത്തില്ല. അങ്ങനെയാകുന്നു എങ്കിൽ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ മുടങ്കാൽ മടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മൂടിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ മുടങ്കാൽ മടക്കിയാൽ ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ എത്തിച്ചേരുവാനിടയായി തീരും. ആ പ്രാർത്ഥന മറുപടിയോടുകൂടെ മാത്രമേ അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അവൻ തിരുവെടുത്തിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ നിക്ഷേപമുള്ളിടത്ത് അവൻ നിന്റെ ഹൃദയം ഇരിക്കുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും തമ്മിൽ അവൻ വളരെ വ്യത്യസ്തമാണ്. ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുകയാണ്. അവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ വിചാരങ്ങളെ അവൻ നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് വിചാരങ്ങളെ കൊണ്ടിട്ട്, പ്രാർത്ഥനാ സമയത്ത് ചിന്തകളെ കൊണ്ടിട്ട് അവൻ ശത്രു പ്രാർത്ഥനാഗ്നിയെ കെടുത്തുവാൻ ശ്രമിക്കുന്നു എങ്കിൽ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമുക്ക് ദൈവം ആയുധങ്ങളെ തന്നിരിക്കുകയാണ്. എന്താണ് ദൈവം തന്നിരിക്കുന്ന ഈ ആയുധങ്ങൾ? അവൻ അത് ജഡീകമായിരിക്കുന്ന ആയുധമല്ല. കോട്ടകളെ തകർക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളെയാണ് ദൈവം തന്നിരിക്കുന്നത്. അവയാൽ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും നമുക്ക് ഇടിച്ചു കളയുവാനായി കഴിയും. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി എല്ലാ വിചാരങ്ങളെയും പിടിച്ചടക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിലൂടെ ചിലതിനെ ഇടിച്ചു കളയുവാനും ചിലതിനെ പിടിച്ചടക്കുവാനും അവൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പലപ്പോഴും
പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ 100 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മെ തകർത്ത് കളയുവാൻ കൊണ്ടുവരുന്ന ശത്രുവിന്റെ പദ്ധതിയാണ്. ഇവിടെ ദൈവ മനുഷ്യനായ പത്രോസിന് വേണ്ടി ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. അതുപോലെ തന്നെ നാം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ കടന്നു വരുന്ന മറ്റൊരു ചിന്തയാണ് അവൻ അധൈര്യം എന്ന് പറയുന്നത്. അവൻ എങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകുമോ? അവൻ ഭയം മനസ്സിൽ കൊണ്ടുവരികയാണ്. ഇവിടെ പത്രോസിന് വേണ്ടി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനാ മധ്യത്തിൽ അവർക്ക് ഭീതിയുണ്ട്. അവൻ പത്രോസിനെ ആക്രമിച്ചവർ തങ്ങളെയും ആക്രമിക്കുമോ എന്നതായ ഒരു ഭയം. നാം നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവൻ 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹൂദ്യർ പറഞ്ഞു, കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിക്കുന്നു. നോക്കണമേ, അവൻ ഇവിടെ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ അവരുടെ പാളയത്തിനകത്തു നിന്ന് ഉയരുന്നതായ അവൻ ചില അധൈര്യത്തിന്റെ വാക്കുകൾ, ചില നിന്ദയുടെ വാക്കുകൾ, ചില അപമാനത്തിന്റെ വാക്കുകൾ അവരെ തളർത്തുവാനായിട്ടിടയായി. അവൻ അവരെ ദൈവികമായിരിക്കുന്ന പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനിടയായി. അവൻ ഇടിഞ്ഞു കിടന്ന മതിലിന്റെ പകുതി വരെ അവർ പണിതു തീർത്തു. ഇപ്പോൾ തുടർന്ന് പണിയുവാൻ കഴിയുന്നില്ല. യഹൂദ്യർ പറയുകയാണ്, കല്ലും മണ്ണും ഇനിയും ശേഷിച്ചിരിക്കുന്നു, ഇനിയും മുൻപിൽ വെല്ലുവിളിയുണ്ട്, ഇനിയും വേദനകളുണ്ട്. അവൻ ചുമട്ടുകാരുടെ ശക്തി പോയിരിക്കുകയാണ്. ഇവർ കൊല്ലുവാനായി സൻബല്ലത്തും തോബിയാവും സംഘവും ഇവർ കടന്നു വന്നിരിക്കുന്നു. ഇനി പണിയുക അസാധ്യമായ ഒരു കാര്യമാണ്. അധൈര്യം അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന നിമിഷത്ത് അധൈര്യം കടന്നു വരുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തില് അതിനെ ശാസിക്കുക. ഭക്തനായ ഇയ്യോബ് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിപ്പാനിടയായി. അവൻ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഭയം എന്ന് പറയുന്നത് അവൻ സ്തോത്രം, അത് ശത്രുവിന്റെ ആയുധമാണ്. ആ ശത്രു കൊണ്ടുവരുന്ന ഭയത്തെ യേശുവിൻ നാമത്തിൽ ശാസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗത്തിലെ ദൈവം അയക്കുവാനായിട്ടിടയായി തീരും. നോക്കൂ, ദാനിയേൽ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ പാർസിയിലെ പ്രഭു ആ പ്രാർത്ഥനയ്ക്ക് തടഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രാർത്ഥന കൈവിട്ടില്ല. ദൈവത്തോടുള്ള നിരന്തരമായ അവൻ സ്തോത്രം കോൺസെൻട്രേഷൻ അവനുണ്ടായിരുന്നു. അവൻ ആ പ്രാർത്ഥനാ വേളയിൽ പാർസിയിലെ പ്രഭു പോരാടിയ നിമിഷത്തിൽ അവൻ സ്തോത്രം ദാനിയേൽ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ സ്തോത്രം പ്രാർത്ഥന കൈവിടാതെ പ്രാർത്ഥനയിൽ കർമ്മനിരതനായിരുന്നു. എന്നാൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം പ്രധാന ദൂതനായ മീഖായേലിനെ ഇറക്കി പാർസി പ്രഭുവിനെ വെട്ടിക്കളയുവാനിടയായി. ഏത് സമയത്ത്? സന്ധ്യായാഗത്തിന്റെ സമയത്ത് അവൻ ദൈവം തന്റെ ദൂതനെ അയക്കുവാനായിട്ടിടയായി തീർന്നു. പ്രാർത്ഥിച്ചാൽ ദൈവജനത്തിന് വിടുതൽ ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ നോക്കൂ, അവൻ പത്രോസിനെ തകർത്ത് കളയത്തക്ക നിലയിൽ ഹെരോദാവ് എന്ന അധികാരവർഗം ഒരു വശത്ത്, മറുഭാഗത്ത് യഹൂദാജനം മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവൻ ഹെരോദാവ് അവൻ അധികാരവർഗത്തെ കാണിക്കുമ്പോൾ യഹൂദാ ജനത ഇന്നത്തെ മതമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. ദൈവജനത്തിന് പ്രതിസന്ധികളായി പ്രതികൂലമായി നിൽക്കുന്ന 2 വിഭാഗങ്ങളാണ് ഇത്. ഒന്ന്, ഇവിടത്തെ അധികാരവർഗങ്ങൾ ദൈവജനത്തിന് അനുകൂലമല്ല. ദൈവസഭയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ആദിമ കാലഘട്ടം തുടങ്ങി 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഈ കാലഘട്ടം വരെ ദൈവസഭ നിരവധിയായ പീഠകളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ദൈവസഭയ്ക്ക് ഈ ലോകം അനുകൂലമല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഇവിടെയുള്ള അധികാരവർഗങ്ങളിൽ നിന്ന് ഉയരുന്ന അവൻ സ്തോത്രം വെല്ലുവിളികൾ, ഭീഷണികൾ, അവൻ അത് മറ്റൊന്നും കൊണ്ടല്ല വരുന്നത്. ദൈവസഭയ്ക്ക് അവർ അനുകൂലരായിരിക്കത്തില്ല എന്ന സത്യമാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അവൻ യഹൂദന്മാർ ദൈവജനത്തിന് പ്രതികൂലമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മതമണ്ഡലം ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും ഇസത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന, അവൻ സ്തോത്രം രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന, അവൻ അമ്മയെ അമ്മയെന്ന് കാണുവാൻ കഴിയാത്ത, സഹോദരനെ സഹോദരനെന്നോ സഹോദരിയെ സഹോദരിയെന്നോ കാണുവാൻ കഴിയാത്ത ഒരു കൂട്ടം തലമുറ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ദൈവജനത്തോട് ഓർപ്പിക്കാം, ഇവിടെയുള്ള ഇസങ്ങൾ, ഇവിടെയുള്ള മതങ്ങൾ ദൈവജനത്തിന് അനുകൂലമല്ല. എന്നാൽ ഇവിടുത്തെ മതമണ്ഡലങ്ങളും
ഇവിടത്തെ അധികാരവർഗങ്ങളും ഇവിടത്തെ സാത്താന്യ ശക്തികളും ഒരുമിച്ച് ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ അവൻ സ്തോത്രം കൊടികുയർത്തിയാലും ഒരു കാര്യം സത്യത്തിൽ ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ദൈവജനം തയ്യാറാണെങ്കിൽ പ്രവൃത്തിയിൽ വലിയവനായ കർത്താവ് അവൻ പ്രവർത്തിപ്പാൻ ശക്തൻ തന്നെയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ഒരിക്കലും തമ്പുരാൻ തള്ളിക്കളയത്തില്ല. അവൻ നിശ്ചയമായിട്ടും തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായി ഇടയായിത്തീരും. നോക്കുക, അവൻ സ്തോത്രം ദൈവമനുഷ്യനായ പത്രോസിനെ കൊല്ലുവാൻ കാരാഗ്രഹത്തിന്റെ അകത്തെ തടവറയിൽ ഇട്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവസഭ ശ്രദ്ധയോടെയാണ് പ്രാർത്ഥിച്ചത്. അവർ മടുത്തു പോകാതെയാണ് പ്രാർത്ഥിച്ചത്. അവർ പിറുപിറുപ്പ് കൂടാതെയാണ് പ്രാർത്ഥിച്ചത്. അവർ നിർബന്ധത്തോടെയാണ് പ്രാർത്ഥിച്ചത്. അവൻ സ്തോത്രം അവൻ ദൈവത്തിന്റെ ഭക്തന് ഒരു വിടുതൽ തന്നേ മതിയാകൂ എന്നതായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ പ്രാർത്ഥന അവർ ഉരുവിടുവാൻ തയ്യാറായപ്പോൾ എന്റെ ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു. നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പത്രോസ് കാരാഗ്രഹത്തിൽ കഴിയുകയാണ്. കാരാഗ്രഹത്തിൽ അടുത്ത ദിവസത്തിൽ തന്നെ കൊല്ലുവാനിട്ടിരിക്കുകയാണ്. എന്നാൽ 6-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാടികളുടെ നടുവിൽ അദ്ദേഹം കിടന്ന് ഉറങ്ങുകയായിരുന്നു. നോക്കുക, ജീവിതം നശിക്കുന്നതായ സമയത്തിലും സുഖകരമായ നിദ്രയാണ് ദൈവം തന്റെ വിശുദ്ധന്മാർക്കൊരുക്കിയിരിക്കുന്നത്. വളരെയധികം മരണഭീതിയും ടെൻഷനും നിരാശയും നിറഞ്ഞതായ ഒരു സമയം. ദാനിയേലിന് സിംഹഗുഹയ്ക്കകത്ത് പട്ടുമെത്ത ഒരുക്കിയവനായ ദൈവം തന്റെ ജനത്തിന്റെ മരണഭീതിയിലും തന്റെ ഭക്തന്റെ മരണഭീതിയിലും അവന് സുഖനിദ്ര നൽകുവാനായിട്ടിടയായി. നോക്കുക, സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്. 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭക്തന്മാർക്ക് പറയുവാൻ കഴിയും. യാക്കോബ് പറയും, ഞാൻ പരുപരുത്ത കല്ലിൽ തുറന്ന ആകാശത്തിന്റെ കീഴിൽ ഞാൻ കിടന്നുറങ്ങുവാനിടയായി. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ശൗലിന്റെ വെല്ലുവിളിയെ ഭയന്ന് തുറന്ന ആകാശത്തിന്റെ കീഴിൽ എനിക്ക് കിടക്കേണ്ടതായി വന്നു. എന്നാൽ ഈ ഭക്തൻ എനിക്ക് ഒരു കാര്യം പറയുവാൻ കഴിയും. എന്താണെന്നറിയാമോ? ഞാൻ ഉറങ്ങിയാലും ഉണരുമ്പോൾ എന്റെ കർത്താവിന്റെ രൂപം കണ്ട് തൃപ്തനാകുവാനിടയായി തീരും. വിരോധമായി ചുറ്റുമുയരുന്ന ശത്രുക്കൾ നിരവധിയാകാം. 1000 ശത്രുക്കൾ പാളയം ഇറങ്ങി എന്ന് വരാം. എന്നിരുന്നാലും പത്രോസിനെ ആക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആധുനിക സജ്ജീകരണങ്ങളോ സൂര്യപ്രകാശമോ കടന്നു ചെല്ലാത്ത ആ ഇരുട്ടറയ്ക്കകത്ത്, ആ തടവറയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കുക മാത്രമല്ല, ആ ഇരുൾ നിറഞ്ഞ മുറിക്കകത്ത് വെളിച്ചമുദിക്കുവാനായിട്ടിടയായി. ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളോടെ പ്രശ്നപൂരിതമായ അവസ്ഥയോടെ, വേദനകൾ നിറഞ്ഞതായ അവസ്ഥകളോടെ ജീവിതയാത്ര ചെയ്യുന്ന സ്നേഹിത, യേശു കർത്താവ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ദൂതനെ നിനക്ക് വേണ്ടി നിന്റെ അറയിൽ അയക്കുന്ന നിമിഷമാണിത്. വ്യവസ്ഥ ഒന്ന് മാത്രമേയുള്ളൂ: പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നോക്കണമേ, അറയിൽ പ്രകാശത്തെ എന്റെ ദൈവം ഉദിപ്പിക്കുവാനിടയായി. ദൈവജനത്തിന്റെ പ്രാർത്ഥന കേട്ട് കാവൽക്കാർ അറിയാത്ത വിധത്തില് പ്രകാശത്തെ വരുത്തിയവനാണ് ദൈവം. എന്റെ ദൈവം ഉദിച്ചു കഴിഞ്ഞാൽ, നീതിயின் സൂര്യനായ ക്രിസ്തു നമ്മിൽ ഉദയം ചെയ്തു കഴിഞ്ഞാൽ, ആ ഉദയത്തെ, ആ വെളിച്ചത്തെ കെടുത്തിക്കളയുവാൻ ലോകത്തിനോ ശത്രുവിനോ പിശാചിനോ സ്തോത്രം ഈ ദേശാന്തകാര ശക്തികൾക്കോ കഴിയത്തില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നോക്കണം, അറയിൽ പ്രകാശം ഉദിച്ചു. സ്തോത്രം ദൈവത്തിന്റെ ദൂതൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. അവനോട് പറയുകയാണ്, സ്തോത്രം പത്രോസിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ, വേഗത്തിൽ അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക. സ്തോത്രം
അവൻ ദൈവത്തിന്റെ ദൂതൻ ഭക്തനോട് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ സ്തോത്രം, പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഹൃദയംഗമായി നിലവിളിച്ചു കഴിഞ്ഞാൽ എന്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവൻ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല ഘട്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. അതേ, സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനായ ദൈവമത്രേ. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ വിളിക്കുവാൻ, ഈ നിമിഷത്തിൽ ദൈവത്തെ അവൻ സ്തോത്രം നിലവിളിക്കുവാൻ തയ്യാറാകുമെങ്കിൽ എന്റെ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ സ്തോത്രം, പ്രകാശം ഉദിച്ചു, ദൂതൻ അവിടെ ഇറങ്ങി വന്നു. അവൻ പത്രോസിന്റെ കയ്യിലെ ചങ്ങലകൾ താഴെ വീഴുവാനിടയായി. അവൻ ഒരു കാര്യം പറയട്ടെ, അവൻ അനേക വർഷങ്ങൾ കൊണ്ട് അവൻ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം അവൻ നിന്റെ ജീവിതത്തെ ആകമാനം ശത്രുവായവൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ആ ചങ്ങലയെ പൊട്ടിപ്പാൻ ശക്തിയുണ്ട്. അവൻ പ്രാർത്ഥിച്ചാൽ പ്രവൃത്തിയിൽ വലിയവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീരും. അവൻ നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അവൻ പൗലോസും ശീലാസും അവർ പാടി, അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ സ്തുതിച്ചു. ഈ 3 കാര്യം ചെയ്തപ്പോൾ ദൈവം എന്താ ചെയ്തത്? അവൻ സ്തോത്രം, ഭൂകമ്പമുണ്ടായി. രണ്ടാമത് നമ്മൾ ഇവിടെ വായിക്കുന്നു, അവൻ സ്തോത്രം ചെയ്യുന്നു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. 3 അവൻ സ്തോത്രം, ചങ്ങലകൾ അഴിഞ്ഞു വീണു. 4 വാതിലുകൾ തുറക്കപ്പെടുവാനിടയായി. ഇവിടെ ചങ്ങലകൾ വീഴുക മാത്രമല്ല, അവൻ പത്രോസിന് വേണ്ടി ദൈവം ചെയ്തെന്താണെന്ന് അറിയാമോ? 1-ാം വാതിലും 2-ാം വാതിലും പുറത്തു കൊണ്ടുവന്നപ്പോൾ 3-ാം വാതിൽ സ്വയമേ തുറന്നു കൊടുക്കുവാനിടയായി. ആ ഇരുമ്പ് വാതിൽ, ആർക്കും തുറക്കുവാൻ കഴിയാത്തതായ വാതിൽ ദൈവം തന്റെ ഭക്തനായ പത്രോസിന് വേണ്ടി തുറന്നു കൊടുത്തു. അവൻ വാതിലുകൾ അടഞ്ഞ് ഏകനായിരിക്കുമ്പോൾ അവൻ സ്തോത്രം, ആരും അവൻ എനിക്ക് നന്മ തരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വേദനയോടിരിക്കുന്ന സ്നേഹിത, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി മരുഭൂമിയിലും നിർജ്ജന പ്രദേശത്തിലും ഒരു പുതുവഴി തുറക്കുവാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. അവൻ സ്തോത്രം, അത് ഇപ്പോഴേ അത് നിന്റെ ജീവിതത്തിൽ ഉത്ഭവിക്കുവാൻ പോകുകയാണ്. എന്താണ് ദൈവം ചെയ്യുവാൻ പോകുന്നത്? എന്താണ് ദൈവം അത് ഇപ്പോൾ ഉത്ഭവിപ്പിക്കുവാൻ പോകുന്നത്? അവൻ സ്തോത്രം ചെയ്യുന്നു, അത് മറ്റൊന്നുമല്ല, ഒരു വാതിൽ ഞാനിതാ നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. ആ വാതിൽ ആർക്കും അടച്ചുകൂടാ, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു വാതിൽ എന്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അവൻ സാമ്പത്തികമായി പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനയോടെ, ആൽകുലതയോടെ, നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിത്വമാണോ? അവൻ സ്തോത്രം ചെയ്യുന്നു, നിന്റെ ഭാവി, അവൻ സ്തോത്രം, അവൻ തന്റെ ബിസിനസ് പരാജയത്തിലെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഭാവി അനിശ്ചിതത്തിലെന്ന് ചിന്തിക്കുന്നുണ്ടോ? അവൻ നീ ഡൈവോഴ്സിന്റെ വക്കിലാണോ? അവൻ മരണത്തെ ഭയന്ന് ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുമ്പോൾ അവൻ ദൈവവചനത്തിന്റെ മുൻപിൽ നിന്നെ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഈ കർത്താവ് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിനെ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ സ്തോത്രം കൊല്ലുവാനാണ് കൊണ്ടിട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ താഴോട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പത്രോസിനെ ദൈവം രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. അടുത്ത ദിവസം നോക്കിയപ്പോൾ പത്രോസിനെ കാണുന്നില്ല. അവൻ സ്തോത്രം, കാവലാളായി നിർത്തിയ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊന്നുകളയുവാനായി ഹെരോദാവ് കൽപ്പിക്കുവാനിടയായി. ഒരു കാര്യം പറയാം, നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ തകർത്തു കളയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ എത്ര ശക്തനാകട്ടെ, ആ ശത്രുവിനെ തകർത്ത് വിജയം തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ശ്രദ്ധയേറിയ പ്രാർത്ഥനയാൽ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ കർമ്മനിരതരാകാം, ദൈവിക വിജയം നേടാം. പരിശുദ്ധാത്മാവതിനായി സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അധ്യായങ്ങളുമായി യാത്ര ചെയ്യുന്ന അനേക വ്യക്തികൾക്ക് പുതിയ അധ്യായത്തെ തുറന്നു കൊടുക്കണമേ, പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. ചങ്ങലകൾ യേശുവിൻ നാമത്തിൽ അടിയട്ടെ. ഇരുൾ നിറഞ്ഞ അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. അവൻ പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവകൃപ സകലരിലും ഒരുപോലെ വ്യാപരിക്കട്ടെ. നസറനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.